വെള്ളരിക്കുണ്ട് വിമല എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തീ കത്തിപ്പടർന്നത്. പരിസരവാസികളും പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വെള്ളരിക്കുണ്ട് ടൗണുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് വിമല എസ്റ്റേറ്റ്. അതുകൊണ്ട് തീ പടർന്നപ്പോൾ തന്നെ പ്രദേശവാസികളും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് കുറ്റിക്കോലിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീയണച്ചത്. റബ്ബർ മരം മുറിച്ചുമാറ്റിയ പ്രദേശത്തെ വള്ളിപ്പടർപ്പിനാണ് തീ പടർന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൃഷിനാശമുണ്ടായില്ല. വിവരമറിഞ്ഞ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ബളാൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷോബി ജോസഫ്, വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി, വില്ലേജ് ഓഫീസർ അനീസ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. വേനൽക്കാലത്ത് മലയോര മേഖലയിൽ തീപിടുത്തം വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ വെള്ളരിക്കുണ്ട് കേന്ദ്രമായി ഫയർഫോഴ്സ് യൂണിറ്റ് തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. തീപിടുത്തത്തിൽ നെൽസൺ ചാക്കോ, റിങ്കു മാത്യു എന്നിവരുടെ തെങ്ങുകൾ കത്തിനശിച്ചു. സ്ഥല ഉടമകൾ കൃഷി നടത്താൻ നിലം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് തീയിടുന്നത്. എന്നാൽ ഇത് പലപ്പോഴും വൻ തീപിടുത്തത്തിന് വഴിവെക്കാറുണ്ട്. വേനൽക്കാലത്ത് അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ തടയാൻ സ്ഥല ഉടമകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കൂടുതൽ ഭൂമിയുള്ളവർ ലൈൻ തെളിച്ച് ബൗണ്ടറി ക്ലിയർ ചെയ്യണമെന്നും തഹസിൽദാർ PV മുരളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.